സഹോദരി സഹോദരന്മാരെ, LDF സർക്കാരിൻ്റെ 4ാം വാർഷികത്തോട് അനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പ്രദർശന വിപണന മേളയും കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന സരസ് വിപണന മേളയും എല്ലാവരുടെയും അനുമതിയോടെ ഉദ്ഘാടനം ചെയ്തതായി ആദ്യമായും അറിയിക്കട്ടെ. 4ാം വാർഷികവുമായി ബന്ധപ്പെട്ട് പിന്നീട് വിശദമായി സംസാരിക്കുന്നതുകൊണ്ട് തന്നെ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. കുടുംബശ്രീ രൂപീകരിക്കപ്പെട്ട് ഇപ്പോൾ 4 നൂറ്റാണ്ടോളം പിന്നിട്ടിരിക്കുകയാണ്. ഇന്ന് 1/2 കോടിയോളം സ്ത്രീകൾ അംഗങ്ങളായുള്ള ജനകീയ പ്രസ്ഥാനമാണ്. സ്ത്രീകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തത ഉറപ്പാക്കുന്നതിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനം യാഥാർത്ഥ്യമാക്കുന്നതിനും വേണ്ടിയാണ് കുടുംബശ്രീക്ക് നമ്മൾ തുടക്കമിട്ടത്. ഇന്ന് പ്രാദേശിക സംരംഭകത്വ വികസനത്തിൻ്റെയും സമ്പദ് വ്യവസ്ഥയുടെയും നട്ടെല്ലായി കുടുംബശ്രീ മാറിയിരിക്കുന്നു. പ്രാദേശിക വിപണികളിലും അന്തർദേശീയ വിപണികളിലും കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണുള്ളത്. അത്തരം ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും വിപണനം ചെയ്യുന്നതിനുമായാണ് ഈ സരസ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഗ്രാമീണ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. കുടുംബശ്രീയെ സവിശേഷമായി കണ്ടുകൊണ്ടുള്ള ഇടപെടലുകളാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതുകൊണ്ടാണല്ലോ ഇത്തവണത്തെ ബജറ്റിൽ 270 കോടി രൂപ കുടുംബശ്രീക്കായി നീക്കിവെച്ചത്. ഒരു അയൽക്കൂട്ടത്തിൽ നിന്നും ചുരുങ്ങിയത് ഒരു സംരംഭം എന്ന കണക്കിൽ ഉപജീവനമാർഗം സൃഷ്ടിച്ചുകൊണ്ട് കുടുംബശ്രീ അംഗങ്ങൾക്കും ഓക്സിലറി അംഗങ്ങൾക്കും സുസ്ഥിര വരുമാനം ലഭ്യമാക്കുകയാണ്. കുടുംബശ്രീ അംഗങ്ങൾ, ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ, പാലിയേറ്റീവ് ഗുണഭോക്താക്കൾ, ഭിന്നശേഷിക്കാർ തുടങ്ങിയ കുടുംബശ്രീ വൃത്തത്തിലെ എല്ലാവരിലേക്കും എത്തുന്ന ഉപജീവന മാർഗങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി ഇതുവരെ 3.5 ലക്ഷത്തിലധികം സംരംഭങ്ങളാണ് ആരംഭിച്ചിട്ടുള്ളത്. കേരളത്തിൽ രൂപപ്പെട്ടു വന്ന ഈ സംരംഭക പ്രോത്സാഹന അന്തരീക്ഷം കുടുംബശ്രീ ഉപയോഗിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പരമ്പരാഗത സംരംഭങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, നൂതന സംരംഭങ്ങളുടെ കാര്യത്തിലും ശ്രദ്ധ ഉണ്ടാവണം. കുടുംബശ്രീ പലപ്പോഴും ശ്രദ്ധ പതിപ്പിക്കുന്നത് സമൂഹത്തിൽ സ്വീകാര്യത വന്ന സംരംഭങ്ങളിലാണ്. എന്നാൽ നൂതന കാലത്ത് അതുമാത്രം മതിയാകില്ല. സമീപഭാവിയിൽ മുന്നണിയിലെത്താവുന്ന വ്യവസായങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. ലോകം വളരെ വേഗത്തിൽ മാറുകയാണ്. ഏതെല്ലാം മേഖലകളിൽ അത്തരത്തിൽ ഇടപെടാൻ കഴിയുമെന്ന് പരിശോധിക്കാൻ തയ്യാറാകണം. വമ്പൻ മൂലധന നിക്ഷേപം ആവശ്യമില്ലാതെ മികച്ച വരുമാനം ഉറപ്പാക്കാൻ കഴിയുന്ന സാധ്യതകളെ കൂടി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. LDF സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്ന പ്രദർശന വിപണന മേളയും സരസ് മേളയും ഉദ്ഘാടനം
നിർവഹിച്ചതായി ഒന്നുകൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനം.